المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബു തൗഹീദില് അടുത്തതായി കൊണ്ടുവരുന്ന അധ്യായം ബാബുൻ ഫദ്ലു തൗഹീദി വമാ യുകഫിറു മിനദ് ദുനൂബ് എന്നുള്ള അധ്യായമാണ്. തൗഹീദിന്റെ അനിവാര്യതയെ സംബന്ധിച്ചാണ് ഇതിന്റെ ആമുഖത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാ വ്യത്യസ്ത തെളിവുകൾ സമർപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ തൗഹീദ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അള്ളാഹുവിന് ലഭിക്കേണ്ട അള്ളാഹുവിന്റെ അവകാശമാണ്. സൃഷ്ടികളുടെ മേൽ അത് അനിവാര്യമായ ബാധ്യതയാണ്. അതിനുള്ള തെളിവുകൾ പറഞ്ഞതിന് ശേഷം അടുത്ത അധ്യായത്തിൽ മുസന്നിഫ് റഹിമഹുല്ല കൊണ്ടുവരുന്നത് തൗഹീദിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അത് മുഖേന പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനെ സംബന്ധിച്ചും ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുസന്നിഫ് ഇതിൽ കൊണ്ടുവരുന്നത്. ഒന്ന് തൗഹീദിന്റെ ശ്രേഷ്ഠത, മറ്റൊന്ന് തൗഹീദ് മുഖേന തൗഹീദിന്റെ ഫലമെന്നോണം, അതിന്റെ സ്വാധീനമെന്നോണം ഒരു മനുഷ്യൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ എന്ത് ചെയ്യും? മായ്ച്ചു കളയപ്പെടും, അത് പൊറുക്കപ്പെടും. അതിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഇതിൽ മുസന്നിഫ് റഹിമഹുല്ലാ ആദ്യമായി കൊണ്ടുവരുന്ന ആയത്ത് വഖൗലുല്ലാഹി തആല അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ എന്നുള്ളതായ ആയത്താണ്. ഈ ആയത്ത് തൗഹീദിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇവിടെ തൗഹീദ് മുറുകെ പിടിക്കാനും അത് മുഖേന അള്ളാഹുവിന് അനുസരണ ഉള്ളവരായി തീരാനും മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ് ഈ ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർഭയത്വം ലഭിക്കും. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണോ അല്ലദീന ആമനു വിശ്വസിക്കുന്നതായ
ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുക മാത്രമല്ല വലം യൽബിസൂ ഈമാനഹും, അവരുടെ ഈമാനിനോട് അവർ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിക്കലർത്തുന്നില്ല. എന്തിനെ? ബിദുൽമിൻ, ഈമാനിനെ അക്രമവുമായി കൊണ്ട് കൂട്ടിച്ചേർക്കുന്നില്ല. അങ്ങനെയുള്ളതായ ആളുകൾ അവർക്ക് ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഈമാൻ ഉൾക്കൊള്ളുകയും ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം അതിനെ ദുൽമുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ആ ദുൽമു കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ഹദീസുകളിൽ വിവരിക്കപ്പെട്ടതുപോലെ ഷിർക്കാണെന്നുള്ളതാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഹദീസുകളിൽ കാണാം, സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ചില ആശങ്കകൾ ഉണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന ലം യുദ്ലിം നഫ്സ, ഞങ്ങളിൽ ആരാണ് അക്രമം കാണിക്കാത്തവർ? സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്യുന്നവരാണ്, പാപങ്ങൾ ചെയ്യും, പാപങ്ങൾ സംഭവിച്ചു പോക്കുണ്ട് മനുഷ്യരില്. അപ്പോ അങ്ങനെ സംഭവിച്ചാൽ നിർഭയത്വം, അള്ളാഹുവിന്റെ സുരക്ഷയെ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ലേ? ഇതവർക്ക് ആശങ്കയായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ അംറു കമാ തദുന്നൂൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ഇന്നമൽ മുറാദു ബിഹി അശ്ശിർക്ക്, ഇവിടെ ദുൽമു കൊണ്ടുള്ളതായ ഉദ്ദേശം എന്താണ്? ഷിർക്കാണ്. ഈമാൻ ഉള്ളവരാവുകയും ഷിർക്ക് ചെയ്യാതിരിക്കുകയും വേണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം തസ്മഉ ഇലാ ഖൗലി റജുലി സ്വാലിഹ്, യാനി ലുഖ്മാൻ, സ്വാലിഹായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ വാക്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ഷിർക്ക് ആണ് അത് ഏറ്റവും ഗുരുതരമായ അക്രമം എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്നതായ ഉപദേശം നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഈമാൻ ഉൾക്കൊള്ളുക, ഷിർക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമ്നുണ്ട്, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ അമ്ന് രണ്ട് വിധമുണ്ട്. സമ്പൂർണമായ അമ്നുമുണ്ട്, സമ്പൂർണമായ നിർഭയത്വവുമുണ്ട്, കുറവുള്ളതായ സമ്പൂർണമല്ലാത്ത നിർഭയത്വവുമുണ്ട്. ആരുടെ ഈമാനാണോ സമ്പൂർണമായി തീരുന്നത്, എന്നാൽ അവർക്ക് സമ്പൂർണമായ നിർഭയത്വം ലഭിക്കും. എന്ന് വെച്ചാൽ തൗഹീദ് വൽക്കരിച്ച ഒരാളാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ നിർഭയത്വം അവനുണ്ട്. അവന് ശിക്ഷയോ വിചാരണയോ കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ആരുടെ ഈമാനിനാണോ ദുർബലതകൾ ഉണ്ടായത്, വലിയ പാപങ്ങൾ ചെയ്യുന്നത് മുഖേന, ബിദ്അത്തുകളിൽ അകപ്പെടുന്നത് മുഖേന, ആരുടെ ഈമാനിനാണോ ദുർബലതയും ബലക്ഷമതയും ഉണ്ടായത്, അങ്ങനെ ഈമാനിന് ദുർബലത ഉണ്ടാകുമ്പോൾ, അത് സമ്പൂർണമാകാതിരിക്കുമ്പോൾ അവന്റെ നിർഭയത്വത്തിനും എന്തുണ്ടാകും? കോട്ടം സംഭവിക്കും. അവനും നിർഭയത്വമുണ്ട്, അവനും സുരക്ഷയുണ്ട്, കാലാകാലം നരകത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല എന്നുള്ളതായ സുരക്ഷ തൗഹീദുള്ള എന്നാൽ പാപങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്ന സമ്പൂർണമാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്തുണ്ട്? അമ്നുണ്ട്. അവർ കാലാകാലം എന്ത് ചെയ്യൂല? നരകത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല. എന്നാൽ സമ്പൂർണമായ നിർഭയത്വം ആർക്കാണ് ലഭ്യമാവുക? അവർ തൗഹീദിനെ സാക്ഷാത്കരിച്ച, അതിനെ യാഥാർത്ഥ്യവൽക്കരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളവുമാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ളതായ അമ്ന് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഇന്നഹു ഇൻകാനൽ ഈമാനു കാമിലൻ ലം യുഖാലിതുഹു മഅസിയ. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ആരുടെ ഈമാൻ സമ്പൂർണമായി തീരുന്നുവോ, പാപങ്ങൾ അതിനോട് ചേരാതിരിക്കുകയും ചെയ്യുന്നുവോ, എന്നാൽ ഫൽ അംനു അംനുൻ മുത്ലഖുൻ ഐ കാമിലുൻ, അവനുള്ളതായ നിർഭയത്വം സമ്പൂർണമായതായിരിക്കും. അതായത് അവന് എന്ത് ചെയ്യേണ്ടതില്ല? വിചാരണയെ പേടിക്കേണ്ടതില്ല, അവൻ ശിക്ഷയെ നേരിടേണ്ടതില്ല. അതില്ലാതെ എന്ത് ചെയ്യും? അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും.
വഇദാ കാനൽ ഈമാനു മുത്ലഖ ഈമാനി, കേവലം ഈമാൻ മാത്രമേ ഒരാൾക്കുള്ളൂ, അത് കാമിലല്ല, സമ്പൂർണമല്ല. അങ്ങനെയാണ് എങ്കിൽ അംനുഹു നാഖിസുൻ, അവനുള്ള നിർഭയത്വവും എന്തായിരിക്കും? അത് കുറവുള്ളതായിരിക്കും. അവന് കേവലമായ അംന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാഖിസായ, കുറവുള്ളതായ നിർഭയത്വമേ, സുരക്ഷിതത്വമേ അവന് ലഭിക്കുകയുള്ളൂ. ഏതുപോലെ മുർത്തകിബുൽ കബീറ, അവൻ വലിയ പാപങ്ങൾ ചെയ്തവനാണ്. ആമിനും മിനൽ ഖുലൂദി ഫിന്നാർ, അവൻ നരകത്തിൽ ശാശ്വതമാകുന്നതിനെ തൊട്ട് നിർഭയമുള്ളവനായിരിക്കും. എന്നാൽ വഗൈറു ആമിൻ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് അവൻ നിർഭയത്വം ലഭിച്ചവനാവുകയില്ല. ശിക്ഷ അവനക്ക് എന്ത് ചെയ്തേക്കും? ചിലപ്പോൾ ലഭിച്ചേക്കും. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്തേക്കാം? പുറത്തു കൊടുത്തേക്കാം അവന്റെ ഫദ്ല് കൊണ്ട്. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറയും, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ചിലപ്പോൾ അവന്റെ അള്ളാഹുവിന്റെ മശിയത്ത് കൊണ്ട് പുറത്തു കൊടുത്തേക്കാം. ശിർക്കല്ലാത്തതിനെ അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുത്തേക്കുമെന്നാണ്. പക്ഷെ ഒരുപക്ഷെ ചിലപ്പോൾ അവന് ശിക്ഷയും ലഭിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോ തൗഹീദ് സമ്പൂർണമായി, ഈമാൻ പരിപൂർണമായി, എന്നാൽ അവന് സമ്പൂർണമായ നിർഭയത്വം ലഭിക്കും. എവിടെയാണോ അവന് കുറവുകൾ സംഭവിക്കുന്നത്, അവന് എന്ത് ചെയ്യും? അവന്റെ നിർഭയത്വത്തിനും ഒന്നുണ്ടാകും, സുരക്ഷിതത്തിനും കോട്ടങ്ങൾ ഉണ്ടാകും. അവർക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠതയാണ് അവർ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. തൗഹീദ് ഉള്ളവരാണ് സന്മാർഗം സിദ്ധിച്ചവർ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ദുനിയാവിലും ആഖിറത്തിലും അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഹിദായത്ത് നൽകുന്നത്. ദുനിയാവിലുള്ള ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലാ ശറഇല്ലാഹി ബിൽ ഇൽമി വൽ അമൽ, അള്ളാഹുവിന്റെ ശരീഅത്തിലേക്ക് അള്ളാഹു അവരെ വഴി നടത്തും, അവർക്ക് ഹിദായത്ത് കൊടുക്കും. അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ളതായ തൗഫീഖ് കൊടുക്കുക. ഇതാണ് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഹിദായത്ത്. അതേപോലെ തന്നെ ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകും. അത് സ്വർഗത്തിലേക്ക് അവരെ വഴി നടത്തും എന്നുള്ളതാണ്. അപ്പോ ദുനിയാവിൽ ഇൽമു പഠിക്കാനും അള്ളാഹുവിന്റെ ശരീഅത്തിനെ കുറിച്ച് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ളതായ ഹിദായത്തു തൗഫീഖും ഹിദായത്തുൽ ഇർഷാദും അള്ളാഹു നൽകും. പഠിക്കാനുള്ളതായ സൗഭാഗ്യമാണ് ഹിദായത്തുൽ ഇർഷാദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുക്കും. അവന് ഇന്നതാണ് ശരിയായ മാർഗം എന്നവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അത് ബോധ്യപ്പെട്ടതിന് ശേഷം അത് അമൽ ചെയ്യാനുള്ളതായ തൗഫീഖും നൽകും. ഹിദായത്തു തൗഫീഖും അള്ളാഹു അവന് നൽകും. അതേപോലെ തന്നെ അവന് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യും. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ശ്രേഷ്ഠതയായി കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഈ ആയത്താണ് മുസന്നിഫ് കൊണ്ടുവരുന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അംന് ലഭിക്കും, നിർഭയത്വം ലഭിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുവഹ്ഹിദിന് മാത്രമുള്ള ഒരു കാര്യമാണിത്, ഈ നിർഭയത്വം. ഇത് ആഖിറത്തിലുള്ള നിർഭയത്വം മാത്രമല്ല, ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? മുവഹ്ഹിദീങ്ങൾക്ക് നിർഭയത്വം കൊടുക്കും, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കും. അവരുടെ മനസ്സിനുള്ളതായ നിർഭയത്വമാണ് പ്രധാനമായിട്ട്. ഭയങ്ങളിൽ നിന്ന്, ഭയപ്പാടുകളിൽ നിന്ന്, ആശങ്കകളിൽ നിന്ന് മനസ്സിനുണ്ടാകുന്ന സംതൃപ്തിയാണ്, സമാധാനമാണ്. തൗഹീദിൽ നിന്ന് തെറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആശങ്കകളായിരിക്കും. അവൻ എവിടെയാണ് അഭയം കിട്ടുക എന്നുള്ള ബേജാറായിരിക്കും. അവൻ പല പല ആളുകൾ എന്ത് ചെയ്യും? സമീപിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോ ഏതെങ്കിലും വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും മഖബറകളെ, അത് വിട്ടുകഴിഞ്ഞാൽ അടുത്ത മഖബറകള്, ഇങ്ങനെ തേടി തേടി എന്ത് ചെയ്യും? അഭയം കിട്ടാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, ദുരിതങ്ങൾ മാറാൻ, അല്ലെങ്കിൽ അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കറങ്ങിത്തിരിഞ്ഞ് അവരുടെ ജീവിതം എന്ത് ചെയ്യും? അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. മുവഹ്ഹിദായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പേടിയില്ല. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലായിരിക്കും അവന്റെ മനസ്സ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു യാത്രാവേളയിൽ, സ്വഹാബികളെല്ലാം ഉണ്ട്, യാത്രാവേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുധം പിടിച്ചെടുത്ത ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് താങ്കളെ രക്ഷപ്പെടുത്താനുള്ളത്? അവിടെ സ്വഹാബികൾ ചുറ്റുമുണ്ട്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവരെന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നതിന് പകരം പറഞ്ഞത് എന്താണ്? അള്ളാഹു താങ്കളുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോ ഈ ശത്രുവിന്റെ കരങ്ങളിലുള്ള ആയുധം നിലത്ത് വീണുപോയി എന്നാണ്. അപ്പോ മുവഹിദായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് സ്വസ്ഥമായിരിക്കും. പേടികളിൽ നിന്ന് നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകി. ഇത് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നതായ യാഥാർത്ഥ്യമാണ്. ധാരാളം അമ്പിയാക്കളുടെ ചരിത്രത്തിലും അതേപോലെ തന്നെ ആയാത്തുകളിലുമെല്ലാം ഈ ഒരു പാഠം നൽകുന്നുണ്ട്. മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു നിർഭയത്വം കൊടുക്കും. അതേപോലെ തന്നെ അവന്റെ ദുനിയാവിലുള്ള ജീവിതത്തിലും അള്ളാഹു അവന് മാർഗം കാണിച്ചു കൊടുക്കും. ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഏതാണ് ശരിയായ വഴി അത് തെരഞ്ഞെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹുവിന് കൊടുക്കും. അങ്ങനെ പ്രയാസങ്ങളിൽ നിന്ന് അകറ്റും. ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. ദുനിയാവിലും ആഖിറത്തിലും ഇത് അവന് ലഭിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി മുസ്തനിഫ് റഹിമഹുല്ലാഹ് ഒരു ഹദീസാണ് കൊണ്ടുവരുന്നത്. അൻ ഉബാദത ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം പറയുന്നവൻ ആരാണോ, വഹ്ദഹു ലാ ശരീക ലഹ്, ഇബാദത്തിന് അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്, അവൻ മാത്രമേ ഉള്ളൂ, അവനൊരു പങ്കുകാരുമില്ല. ഇതിനാരാണോ സാക്ഷ്യം വഹിക്കുന്നത്? അപ്പൊ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആരെങ്കിലും യഥാവിധം സാക്ഷ്യം വഹിച്ചാൽ അവന് ലഭിക്കുന്ന പ്രത്യേകതയാണ്, അവന് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അതില് ഒന്നാമതായി സാക്ഷ്യം പറയണമെന്നുള്ളതാണ്. ഒരാൾ അവന്റെ പൂർണ്ണമായ ബോധ്യത്തോടെ ഹൃദയം കൊണ്ട്, നാവുകൊണ്ട്, അവയവങ്ങൾ കൊണ്ടുള്ളതായിരിക്കണം അവന്റെ സാക്ഷ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആരാണോ അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നത് അവന് സ്വർഗമുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല. അല്ലാഹു മാത്രമേ, വഹദ, അവൻ മാത്രമേ ഇബാദത്തിന് അർഹനായിട്ടുള്ളൂ. അതല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു പങ്കാളിയുമില്ല. ഇത് ഉറപ്പിച്ചുകൊണ്ട് ആരാണോ സാക്ഷ്യം വഹിക്കുന്നത്, ഇത് ഹൃദയം കൊണ്ട് പറയേണ്ടതുണ്ട്, ഹൃദയം കൊണ്ട് അറിഞ്ഞുകൊണ്ട് പറയേണ്ടതുണ്ട്. അതേപോലെ നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കേണ്ടതുണ്ട്, അവയവങ്ങൾ കൊണ്ട് അതിനെ സാക്ഷാത്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേവലം നാവുകൾ കൊണ്ടുള്ളതായ വാക്യമാകാൻ പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മുനാഫിഖുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒന്ന് പറഞ്ഞു, തഷ്ഹദു നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിശ്ചയമായും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സാക്ഷികളാണ്, സാക്ഷ്യം വഹിക്കുകയാണ് എന്ന് മുനാഫിഖുകൾ പറഞ്ഞപ്പോ അള്ളാഹു അവരെ കളവാക്കുകയാണ് ചെയ്തത്. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, അള്ളാഹുവിനറിയാം താങ്കൾ അവന്റെ റസൂലാണെന്ന്. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖുകൾ നാവ് കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ, എന്നാൽ അവരുടെ ആ വാക്ക് എന്താണ്, കദിബാണ്, അത് വ്യാജമാണ് എന്നുള്ളതിന് അള്ളാഹു സാക്ഷ്യം വഹിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ അവര് നാവ് കൊണ്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്തല്ല, അത് പ്രയോജനം ചെയ്യുകയില്ല. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും അമലായി മാറുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത് പ്രയോജനം ചെയ്യുക. അപ്പൊ ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന ബോധം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് പ്രഖ്യാപിക്കുകയും വേണം. അതനുസരിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്താൽ വഹ്ദഹു ലാ ശരീക ലഹ്. അതുപോലെ വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ സാക്ഷ്യം വഹിച്ചു. അതേപോലെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹുവിന്റെ റസൂലാണെന്നും ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ദുഹു വറസൂലുഹു, രണ്ട് സാക്ഷ്യവചനമാണ്. ഇസ്ലാമിന്റെ നിർമ്മിതി അത് നിർത്തപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ തൂണിന്റെ മേലാണ്. ഇസ്ലാമിന് 5 തൂണുകളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ 5 തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 2
ഷഹാദത്തുകൾ, ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ എന്തുമാണ്? അടിമയുമാണ്. ഇത് രണ്ടും പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ്. ഒന്ന് വേറൊന്നിനെ തൊട്ട് എന്ത് ചെയ്യുന്നില്ല, വിട്ടുപോകുന്നില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ അവന്റെ ഷഹാദത്ത് പൂർണ്ണമാവുകയില്ല, അവൻ അതുകൊണ്ട് മുസ്ലിം ആവുകയില്ല. അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് ഒരാൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നില്ല, എന്നാലും എന്താവില്ല, അത് പൂർണ്ണമാകുക. അപ്പൊ ഇസ്ലാമിന്റെ അർക്കാനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് കലിമകൾക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്, സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. സാക്ഷ്യം വഹിച്ചാൽ മാത്രം പോരാ, അതിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ സ്വാഭാവികമായും അവൻ അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം കൊടുക്കണം. അള്ളാഹുവിങ്കിൽ നിന്ന് വന്നിരിക്കുന്ന വഹീനെ അവൻ സ്വീകരിക്കണം. പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവൻ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻകഴിഞ്ഞിരിക്കുന്ന അമ്പിയാക്കളെ പലപ്പോഴും അവരുടെ സമൂഹം അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ദറജയിൽ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്തു, കയറ്റി. പലപ്പോഴും അള്ളാഹുവിന്റെ സ്ഥാനം എന്താണോ അതിന്റെ മേലെന്ത് ചെയ്തു, പല ആളുകളും അവരുടെ മുർസലീങ്ങളെ നിശ്ചയിക്കുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ മുർസലീങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം അത് അംഗീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഇവിടെ പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പങ്കാളിയല്ല, അള്ളാഹുവിന്റെ ശരീക്കല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിലോ ഉടമപ്പെടുത്തുന്നതിലോ പരിപാലിക്കുന്നതിലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബാദത്തുകൾ അർപ്പിക്കപ്പെടാൻ പറ്റുകയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. ഇത് പ്രഖ്യാപിക്കാൻ ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. കാരണം മുൻകഴിഞ്ഞിരിക്കുന്ന സമൂഹങ്ങളിലെല്ലാം ശിർക്ക് കടന്നു വന്നത് അംബിയ മുർസലീങ്ങളെ അവരുടെ കാര്യത്തിലുള്ളതായ ഉലുവാണ്. അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ആളുകൾ അവരുടെ അനുയായികൾ അതിരുകവിഞ്ഞു പോയി. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ കാണാം, ഖുൽ, നബിയെ താങ്കൾ പറയണം, ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറാ ഇല്ലാ മാ ഷാ അല്ലാഹ്. എന്റെ നഫ്സിന് പോലും എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, എനിക്ക് പറ്റുകയില്ല. എന്റെ നഫ്സിനെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലും രക്ഷ എനിക്ക് കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എനിക്ക് സാധ്യമല്ല. നഫ്ഉം ദർറും എല്ലാം അള്ളാഹുവിന്റെ അടുക്കലാണ്, എനിക്കതിന് സാധ്യമല്ല എന്ന് അവരോട് പറയും നബിയെ. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദാ. നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. നിങ്ങളെ പ്രയാസത്തിലാക്കാനോ നിങ്ങൾക്ക് ദുർവേൽപ്പിക്കാനോ പ്രയാസമേൽപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം എത്തിച്ചു തരാനോ അതിനുള്ള ഉടമസ്ഥത എന്തില്ല, എന്റെ കയ്യിലില്ല. ഇന്നതാണ് സത്യം, ഇന്നതാണ് ബാത്തുല് എന്ന് പറഞ്ഞു തരാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അതല്ലാതെ നിങ്ങളെ ഹിദായത്ത് തൗഫീഖ് അത് നൽകേണ്ടത് ഞാനല്ല എന്ന് അവരോട് പറയും നബിയെ. ഖുൽ ഇന്നി ലയുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദുനിഹി മുൽതഹദ. ഇങ്ങനെ തുടങ്ങി ധാരാളം ആയാത്തുകൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ആരും തന്നെയില്ല, അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ. എനിക്കും സാധിക്കുകയില്ല, വേറെ ആർക്കും സാധിക്കുകയില്ല, അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ. അള്ളാഹു മാത്രമാണ് അഭയം നൽകുന്നവൻ എന്ന് ജനങ്ങളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുകയാണ്. ധാരാളം ഹദീസുകളിലും കാണാം. പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നൽകിയിരിക്കുന്ന സ്ഥാനത്തിന് മേലേക്ക്, ഇത് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൊടുക്കുന്ന ആദരവല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അബ്ദാണെന്ന് വിശ്വസിക്കുക. വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലുമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് വഹ്യ് നൽകപ്പെടുന്നതായ മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മേൽ കളവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. എന്താണ് വഹ്യായി നൽകപ്പെടുന്നത് അത് സ്വീകരിക്കാൻ നാം എന്താണ് ബാധ്യതയുള്ളവരുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഫോളോ ചെയ്യുക എന്നുള്ളത്
അതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതും എന്താണ്, നമ്മുടെ മേൽ ബാധ്യതയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണെന്നും അതേപോലെ തന്നെ റസൂലാണെന്നും ആരെങ്കിലും സാക്ഷ്യം വഹിക്കുകയും ചെയ്താൽ, വഅന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ അബ്ദാണെന്നും റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുകയും ചെയ്താൽ, ഇതാണ് അടുത്ത കാര്യം. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള സാക്ഷ്യവചനം, രണ്ടാമതായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് സാക്ഷ്യം വഹിച്ചാൽ, മൂന്നാമതായി ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് സാക്ഷ്യം വഹിച്ചാൽ, ഇങ്ങനെയും ആരെങ്കിലും ചെയ്താൽ, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിങ്കിൽ നിന്ന് അയക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട റസൂലാണ്, അള്ളാഹുവിന്റെ അബ്ദാണ്. ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പലരും പല ആരോപണങ്ങളും നടത്തിയിട്ടുണ്ട്. ജൂതന്മാർ ഈസാ അലൈഹിസ്സലാമിനെ വ്യഭിചാരത്തിലുണ്ടായ മകൻ എന്ന് ആരോപിക്കുന്നുണ്ട്. നഊദു ബില്ലാഹ്. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, തിരിച്ചു കൊടുക്കുകയാണ്, റസൂലാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റസൂലാണ്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്നാരോപിച്ച ആളുകളുണ്ട്, നസ്വാറാക്കൾ. അവരോട് അള്ളാഹു പറയുകയാണ്, അല്ല, അബ്ദുള്ളയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ മകനല്ല, അള്ളാഹുവിന്റെ ഒരു ഭാഗമല്ല, അള്ളാഹുവിന്റെ അടിമ മാത്രമാണ് ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാം വ്യഭിചാരത്തിലുണ്ടായ പുത്രനല്ല, പിന്നെയോ അള്ളാഹുവിങ്കിൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധനായ റസൂലുമാണ്. ഇത് എന്ത് ചെയ്യണം? സാക്ഷ്യം. ജൂത നസ്വാറാക്കളുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, മാത്രമല്ല വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, മറിയം അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തതായ അള്ളാഹുവിന്റെ കലിമത്തുമാണ്. കലിമത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാം എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹുവിന്റെ കലാം എന്നുള്ള അള്ളാഹുവിന്റെ വിശേഷണമാണ്, അള്ളാഹുവിന്റെ സിഫത്താണ്. പിന്നെയോ ഈസാ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കുൻ, ഉണ്ടാകൂ എന്ന കലിമത്ത് പറഞ്ഞപ്പോൾ അത് മുഖേന ഉണ്ടായിത്തീരുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം, ഈസാ അലൈഹിസ്സലാമിന്റെ ഉപമ അള്ളാഹുവിന്റെ അടുക്കൽ ആദം അലൈഹിസ്സലാമിന്റേത് പോലെയാണ്. ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, തുറാബിൽ നിന്ന്, മണ്ണിൽ നിന്നാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. എന്നിട്ട് കുൻ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ കുൻ എന്നുള്ള വാക്യത്താലാണ് ഈസാ അലൈഹിസ്സലാമിന് എന്ത് ചെയ്തത്? സൃഷ്ടിക്കപ്പെട്ടത്. അതല്ലാതെ അള്ളാഹുവിന്റെ എന്തല്ല ഭാഗമാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സിഫത്താണ് എന്നുള്ള അർത്ഥത്തിലല്ല. നസ്വാറാക്കൾ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഭാഗമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഈസാ അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? കുൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ജസദ് ഉണ്ടായി, ഒരു ശരീരമുണ്ടായി. ആ ജസദിലേക്ക് അള്ളാഹു ഒരു റൂഹ് അവനിലേക്ക് എന്ത് ചെയ്തു? ഊതി കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ് റൂഹ്. ആ റൂഹിനെ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് ഊതുകയും ചെയ്തു. അങ്ങനെയുള്ള അള്ളാഹുവിങ്കിൽ നിന്ന് വന്നിരിക്കുന്ന റൂഹുമാണ് എന്ന് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, വൽ ജന്നത ഹഖ്കുൻ വന്നാറ ഹഖ്കുൻ, സ്വർഗവും നരകവും ഹക്കാണ് എന്നുള്ളതിനും ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യർ നിരന്തരം അവന്റെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കേണ്ട ബോധ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ ഏകത്വം, അതേപോലെ തന്നെ മുർസലീങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട കാര്യം, എന്നിട്ട് സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുള്ള ബോധം, ആഖിറത്തെ സംബന്ധിച്ചുള്ളതായ ബോധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കുമ്പോൾ നടത്തിയ പ്രാർത്ഥനകളിൽ കാണാം, അള്ളാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ എന്നോണം പറയുമായിരുന്നു, അന്നൽ ജന്നത ഹഖ്കുൻ വന്നാറ ഹഖ്കുൻ, സ്വർഗം സത്യമായതാണ്, നരകം സത്യമായതാണ്, അതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലെന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇത് മനുഷ്യരുടെ സ്വഭാവം രൂപീകരണത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്ന് ആരെങ്കിലും സാക്ഷ്യം പറഞ്ഞാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അലാ മാ കാന മിനൽ അമൽ, അവൻ ചെയ്തതായ അമലുകളുടെ അടിസ്ഥാനത്തിൽ. രണ്ട് രീതിയിൽ ഉലമാക്കൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവൻ എത്ര അമലാണോ ചെയ്തത്, അത്ര ചെറിയ അമലാണെങ്കിലും ആ അമലുകൾ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതല്ല, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് എത്ര വലിയ പാപങ്ങളാണെങ്കിലും അവനെന്ത് ചെയ്യും?
അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് വ്യാഖ്യാനവും അതിനുണ്ട്. അവൻ ചെയ്തിരിക്കുക, അവന്റെ ഈ പറയുന്നതായ വിശ്വാസം സമ്പൂർണ്ണമാണ് എങ്കിൽ, അവൻ ചെയ്തിരിക്കുന്ന അമലുകൾ അത് ചിലപ്പോൾ കുറവാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അത് എത്ര വലുതാണെങ്കിൽ പോലും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്തിരിക്കും? സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൗഹീദിനെ എത്രയധികം ശക്തമായി അവൻ അതിനെ സാക്ഷാത്കരിക്കുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരുപക്ഷെ വിചാരണയില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചേക്കാം. അതല്ല എങ്കിൽ അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങളുടെ നിമിത്തമായി ശിക്ഷ ഏറ്റുവാങ്ങിയതിനു ശേഷം ആണെങ്കിൽ എന്ത് ചെയ്തേക്കാം? സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാം. അപ്പോ ഇവൻ ആരെങ്കിലും ഈ പറയുന്ന 5 കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാൽ അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായ ഹദീസാണ്. മറ്റൊരു ഹദീസിൽ വലഹുമാ ഫീ ഹദീസി ഇത്ബാൻ റളിയല്ലാഹു അൻഹു, ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണോ പറയുന്നത് അവന്റെ മേൽ നരകത്തെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അത് ഇഖ്ലാസോടുകൂടി പറഞ്ഞതായിരിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം നാവ് കൊണ്ടുള്ള പറച്ചിലല്ല, ശിർക്ക് ചെയ്യാതെ സമ്പൂർണമായ അള്ളാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നരകം അവന്റെ മേൽ നിഷിദ്ധമാണ്. നരകം നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് നിഷിദ്ധമാകുന്നത്. നേരത്തെ സ്വർഗം പ്രവേശനം പറഞ്ഞതുപോലെ തന്നെ, ഒന്നുകിൽ തീരെ നരകത്തിൽ പ്രവേശിക്കാതെ അവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. മറ്റൊന്ന് നരകത്തിൽ ശാശ്വതമാകാതെ എന്ത് ചെയ്യും? അവൻ രക്ഷപ്പെടും. എങ്ങനെയാണെങ്കിലും എന്താണ് നരകം അപ്പോ ഹറാമാകുന്ന 2 രീതിയിലാണ്. ഒന്നുകിൽ തീരെ നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അവന്റെ മേൽ എന്താകും? ഹറാമാകും. അല്ലെങ്കിൽ നരകം അവന്റെ മേൽ ശാശ്വതമാകുന്നതിനെ തൊട്ട് എന്താകും? അവന്റെ മേൽ അതിനെ അള്ളാഹു ഹറാമാക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസ് കാണാം, വഅൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം പറഞ്ഞു. ഈ ഹദീസിന് ചില ദുർബലതകൾ ഉണ്ടെങ്കിലും ഇതിൽ പറയുന്ന ആശയം മറ്റുള്ള ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മീസാനിൽ അതിനെത്ര തൂക്കമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ പറയുന്ന റിവായത്തിന് ചില ദുർബലതകൾ ഉണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മീസാനിൽ വലിയ രീതിയിൽ കനം തൂങ്ങുന്നതാണ് എന്നതിലേക്ക് തെളിയിക്കുന്ന സൂചിപ്പിക്കുന്ന വേറെ ഒന്നുണ്ട്. ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ ഹദീസ് പ്രകാരമാണ് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്കുറുക വഅദ്ഉക ബി, എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം, അത് മുഖേന ഞാൻ നിന്നെ സ്മരിക്കാൻ, നിന്നോട് ദുആ ചെയ്യാൻ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ദിക്റുകൾ അല്ലെങ്കിൽ ദുആകൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അള്ളാഹു പറഞ്ഞു. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, അല്ലയോ റബ്ബേ മുഴുവൻ ജനങ്ങളും ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പോ പ്രത്യേകമായിട്ട് ഏതെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. അപ്പോ അള്ളാഹു പറഞ്ഞു, യാ മൂസ ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി, 7 ആകാശങ്ങളും അതിൽ വസിക്കുന്ന സകലരും, ഗൈരി ഞാൻ ഒഴികെ. അപ്പോ ഉപരിലോകത്ത് അള്ളാഹു ഒഴികെ 7 ആകാശങ്ങളും അതിലുള്ള സകലരും, വൽ അർദീന സബ്അ ഫീ കിഫത്തിൻ, അതേപോലെ തന്നെ 7 ഭൂമികളും ഫീ കിഫ, ഇത് മുഴുവനും ഒരു തട്ടിൽ വെക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊരു കിഫയിലും വേറൊരു തട്ടിലും വെച്ചാൽ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും വിട്ടുകൊണ്ട് എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ഈ തട്ടിന് എന്ത് ചെയ്യും? അതിന് കനമേറും, അത് പ്രബലമാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം ഹാക്കിമും എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ഹാക്കിം അത് സ്വഹീഹാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വലിത്തിർമിദി വഹസനഹു അൻ അനസ്, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതാണ്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യബ്ന ആദം, അല്ലയോ
മനുഷ്യപുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ ഭൂമി നിറയെ പാപങ്ങളുമായി എന്നെ സമീപിച്ചാൽ, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, അങ്ങനെ നീ എന്നെ കണ്ടുമുട്ടുകയാണ്, അപ്പോൾ നീ എന്നിൽ ഒരു രീതിയിലും പങ്കു ചേർത്തിട്ടില്ല, ഒരു രീതിയിലും ശിർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ ധാരാളക്കണക്കിന് പാപം നീ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് നാളെ ആഖിറത്തിൽ നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിന്നെ സമീപിക്കും, നിന്റെ പാപങ്ങൾ എന്ത് ചെയ്യും? പൊറുക്കപ്പെടും. ഇത് വലിയൊരു ശ്രേഷ്ഠതയാണ് തൗഹീദിന്റെ. തൗഹീദ് മുഖേന ഒരാൾക്ക് ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠതയാണ്. ശിർക്കിന്റെ വലിയ ഗൗരവത്തെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്, അവരിൽ അഭയം തേടുന്നത്, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നത്, അള്ളാഹു അല്ലാത്തവർക്ക് ഏത് ഇബാദത്ത് ചെയ്യുന്നതും അതാണ് ഏറ്റവും നികൃഷ്ടമായ കാര്യം. അതാണ് ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ പാപിയായി തീർക്കുന്നത്. ഒരാളെ കൊന്നൊടുക്കുന്നു. കൊല തന്നെ വ്യത്യസ്തങ്ങളായ കൊലകളുണ്ട്. മകനെ കൊല്ലുന്ന ഏറ്റവും വലിയ അപകടം ആണ്. മാതാപിതാക്കളെ കൊല്ലുക, ഇതെല്ലാം വളരെ ഗുരുതരമായ കൊലപാതകമാണ്. അങ്ങനെ ഒരാൾ കൊല്ലുന്നതിനേക്കാളും ഗുരുതരമായ പാപമാണ് അള്ളാഹു അല്ലാത്തവരോട് എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് ദുആകൾ അർപ്പിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യരിൽ ഏറ്റവും ഷർറുള്ളവർ, ശിറാറുൽ ഖൽഖ്, നാശകാരികൾ, നികൃഷ്ടരായവർ, അല്ലദീന തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, സ്വാലിഹീഹിം മസാജിദ്, അംബിയാക്കളുടെ സ്വാലിഹുകളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവരാണ്. കാരണം അതാണ് ഏറ്റവും അപകടം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാൾ കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ, വ്യഭിചരിക്കുന്നതിനേക്കാൾ, മദ്യപിക്കുന്നതിനേക്കാൾ, മോഷ്ടിക്കുന്നതിനേക്കാൾ, അതിനേക്കാളെല്ലാം നികൃഷ്ടനാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾ. പലപ്പോഴും ആളുകളുടെ ഈ മാനസികാവസ്ഥ ഈ രീതിയിലേക്ക് എത്തുന്നില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? അവർ വലിയ മഹാന്മാരായിട്ട് വാഴ്ത്തപ്പെടുന്നു. ഒരാൾ തൗഹീദുള്ളവനാണ്, അവനിൽ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിലും അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയൻ, അവനാണ് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും പഴുതുകൾ അവന്റെ മുന്നിലാണുള്ളത്. ഒരാൾ ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ അവൻ എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും, അധികാരമുള്ളവനാണെങ്കിലും, സൗകര്യങ്ങളുള്ളവനാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ അവൻ എന്താണ്? നികൃഷ്ടനാണ് എന്നുള്ള തിരിച്ചറിവ് എന്ത് ചെയ്യേണ്ടതുണ്ട്? മനുഷ്യനുണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭൂമി നിറയെ പാപവുമായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു, പക്ഷെ അവൻ ശിർക്ക് ചെയ്യാത്തവനാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തവനാണ്. എന്നാൽ ഭൂമി നിറയെ പാപമോചനം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അവനെ നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഈ അധ്യായത്തിൽ ധാരാളം മസ്അലകൾ ഉണ്ട്. മുസന്നിഫ് റഹിമഹുല്ലാഹ് തന്നെ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, സിഅതു ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ വിശാലമായ ഫദ്ല്, അവന്റെ വിശാലമായ ഔദാര്യം ഈ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ, ഏത് കർമ്മങ്ങളാണെങ്കിലും, അത് വളരെ കുറഞ്ഞ കർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണോ എന്നാൽ എന്ത് ചെയ്യും? അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. മറ്റൊരു മസ്അല, കസ്റത്തു സവാബി തൗഹീദ് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ തൗഹീദിന്റെ പ്രതിഫലം അത് വലിയ ധാരാളക്കണക്കിന് പ്രതിഫലമാണ് എന്നറിയിക്കുന്നുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിൽ വെക്കുന്നു, ആകാശങ്ങളും ഭൂമികളും അതിലുള്ള സകലതും വേറെ തട്ടിൽ വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യും? കനം തൂങ്ങും. അതിന്റെ പ്രതിഫലമാണെന്ത്? ഏറ്റവും അധികം കനം തൂങ്ങുന്നത്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതിഫലത്തിന്റെ വണ്ണം കുറിക്കുന്നതാണ്. മറ്റൊരു മസ്അല, തക്ഫീറുഹു മഅ ദാലിക ലിദ്ദുനൂബ്, തൗഹീദ് ഉള്ളയാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ എന്ത് ചെയ്യപ്പെടും? പൊറുക്കപ്പെടും എന്നത് പഠിപ്പിക്കുന്നുണ്ട്. ഭൂമി നിറയെ പാപങ്ങളുമായി വന്നാലും എന്ത് ചെയ്യും? അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ടേക്കാമെങ്കിലും എന്ത് ചെയ്യും? അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല പാപമോചനം കൊടുക്കും എന്നുള്ളതാണ്. തഫ്സീറുൽ ആയത്തി ലത്തി ഫീ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിലെ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്നുള്ളതായ ആയത്തിന്റെ വിവക്ഷ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നൽകുന്നുണ്ട്. അവിടെ ഈമാൻ ഉൾക്കൊള്ളുകയും ദുൽമ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ, ദുൽമ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്.
മറ്റൊന്ന് തഅമ്മുലുൽ ഖംസിൽ ലവാതി ഫി ഹദീസ് ഉബാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിരിക്കുന്നതായ ഹദീസിലെ 5 കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഉറ്റാലോചിക്കാൻ ഇത് പഠിപ്പിക്കുന്നുണ്ട്. 5 കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ 2 ഷഹാദത്താണ്. അതേപോലെ തന്നെ ഈസ അലൈഹിസ്സലാം 1ഉം 2ഉം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതായ 2 ഷഹാദത്തുകൾ. ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളതായ സാക്ഷ്യവചനം. അതേപോലെ സ്വർഗം സത്യമാണ്, നരകം യാഥാർത്ഥ്യമാണ്, അതും സത്യമാണ് എന്നുള്ള ഈ 5 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് നബിമാരും വരുമ്പോൾ അവരെ പഠിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കി കൊടുക്കുക, ഈ റസൂലിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അനുസരിക്കുക. അമ്പിയാക്കൾക്ക് അനുസരണ എല്ലാ മുസ്ലിങ്ങളും പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആഖിറത്തെ സംബന്ധിച്ചുള്ള ബോധം ഇത് ഉണ്ട് എങ്കിൽ മനുഷ്യർക്കുന്നുണ്ട്, രക്ഷയുണ്ടെന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും രക്ഷ ലഭിക്കണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതേപോലെ തന്നെ അന്നക ഇദാ ജമഅത ബൈനഹു വബൈന ഹദീസ് ഇത്ബാന വമാ ബഅദഹു തബയ്യന ലക മഅന ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വതബയ്യന ലക ഖതഉൽ മഗ്റൂരീൻ. ഈ പറയപ്പെട്ട ഹദീസ്, അതായത് ഉബാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അതിനുശേഷം ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അതിനുശേഷമുള്ള ഹദീസ്, ഈ ഹദീസുകളെ ഒന്നിച്ചു വച്ച് പരിശോധിക്കുകയാണ് എങ്കിൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് നിനക്ക് ബോധ്യപ്പെടും. ചില ആളുകൾ വഞ്ചനയിൽ അകപ്പെട്ടു പോയിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്ത് ചെയ്യും, നിനക്ക് ബോധ്യപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം എന്തല്ല, അത് വാക്കുകൊണ്ട് പറയല് മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് മുഖേന അത് താല്പര്യപ്പെടുന്ന അതിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നാവുകൊണ്ട് പറയുന്നതോടുകൂടെ സത്യസന്ധമായി ഇഖ്ലാസോടുകൂടി ഹൃദയം അത് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവന്റെ അവയവങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ അവർക്ക് പറ്റിയ പിഴവ് എന്താണെന്ന് എന്ത് ചെയ്യും, ബോധ്യപ്പെടും. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുവഹിദായ ഒരാൾ അവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ കാഫിറായി എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അവർക്കും എന്താണ് ഈ ഹദീസ് അവരുടെയും ജഹാലത്തിന് മറുപടി നൽകുന്നുണ്ട്. പാപങ്ങൾ സംഭവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അവന് പാപങ്ങൾ പുറത്തു കൊടുക്കും. തൗഹീദ് ശരിയാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രഥമമായ കാര്യം. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ ആളുകൾക്കുമുള്ള മറുപടിയുണ്ട്. പാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞ ആളുകൾക്കും എന്തുണ്ട്, ഈ ഹദീസുകൾ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. മറ്റൊരു ഫായിദ അത്തൻബീഹു ലിശർത്ത് അല്ലദി ഫി ഹദീസ് ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞിരിക്കുന്നതായ നിബന്ധനയെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനയെ സംബന്ധിച്ചുള്ളതായ ഓർമ്മപ്പെടുത്തൽ. അതായത് തബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. ഇഖ്ലാസ് ഇല്ലാത്തതായ പറച്ചിലുകൾ മുനാഫിക്കുകൾ പറഞ്ഞതുപോലെ അതെന്ത് ചെയ്യുകയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടാൻ കാരണമാവുകയില്ല. ഇഖ്ലാസ് അതിന്റെ നിബന്ധനയാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ഖൗനുൽ അംബിയാ യഹ്താജൂന ലിത്തംബീഹി അലാ ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അമ്പിയാക്കൾക്ക് വരെയും അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചുള്ള ഉണർത്തൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു എന്ത് ചെയ്യാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന്റെ ശ്രേഷ്ഠതകൾ എന്ത് ചെയ്യുക, ഉണർത്തിക്കൊണ്ടിരിക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. നബിമാർക്ക് അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്, ബിൽ ഔല എന്ത് ചെയ്യേണ്ടതുണ്ട്, നിരന്തരം അതിനെക്കുറിച്ച് പറയുക, അതിന്റെ ശ്രേഷ്ഠതകളെ മനസ്സിലാക്കുക, ഉണർത്തിക്കൊണ്ടിരിക്കുക. ഇത് ആവശ്യമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ التنبيه لرجحانها بجميع المخلوقات مع أن كثيرا ممن يقولها يخف ميزانه. മറ്റൊരു ഉണർത്തൽ കൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ കനം 7 ആകാശങ്ങളും അതേപോലെ തന്നെ 7 ഭൂമികളും അതിലുള്ള സകല സൃഷ്ടികളെയും ഒരു തട്ടിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്യും, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനം തൂങ്ങും.
എന്താണ് ഹദീസിൽ പറഞ്ഞത്? പക്ഷേ മാ അന്ന കസീറൻ മിമ്മൻ യഖൂലുഹാ യഖിഫു മീസാനുഹു, അതിനോടുകൂടെ മനസ്സിലാക്കേണ്ട കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ധാരാളം ആളുകൾ അവരുടെ മീസാനിന്റെ നന്മകളുടെ തട്ടിന് എന്ത് ചെയ്യുന്നു? അതിന് കനം കുറയുന്നു എന്നുള്ളത് മനുഷ്യനെ ഉണർത്തേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുണ്ട്, ഖനമുണ്ട്. പക്ഷേ അത് പറഞ്ഞയാളുടെ ആത്മാർത്ഥത കുറയുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ ഇഖ്ലാസ് ഇല്ലാതെയാകുമ്പോൾ, അവൻ സത്യസന്ധമായി കൊണ്ടല്ല അത് പറയുന്നത് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉണ്ടാകുന്ന അവന്റെ കുറവുകൾ, ന്യൂനതകൾ, ഈമാനിൽ ഉണ്ടാകുന്ന പോരായ്മകൾ എന്ത് ചെയ്യും? അവന്റെ നന്മയുടെ തട്ടിന് എന്ത് ചെയ്യും? ഖനം കുറയ്ക്കും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കല്ല പ്രശ്നം, അവൻ ഉണ്ടായിരിക്കുന്നതായ പരീക്ഷണങ്ങളാണ്, അവൻ അകപ്പെട്ടിരിക്കുന്നതായ ന്യൂനതകളാണ് എന്നുള്ളത് ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമയം അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് ഖനമുണ്ട് എങ്കിലും അത് പറയുന്ന ആളുകളുടെ ന്യൂനതകളാണ് പലപ്പോഴും ചെയ്യുക, അവരുടെ മീസാനിന്റെ നന്മയുടെ തട്ടുകൾ ഖനം കുറയ്ക്കുന്നത്. 10 അന്നസ്സു അലാ അന്നൽ അർദീന സബ്ഉൻ കസ്സമാവാതി, ആകാശങ്ങൾ 7 ഉണ്ട് എന്നതുപോലെ ഭൂമിയും എന്നതുണ്ട്, 7 ഭൂമികളുണ്ട് എന്നുള്ളതായ നസ്സാണ്. ഇത് പരിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഹദീസിൽ സ്വഹീഹായി എന്ത് ചെയ്തിട്ടുണ്ട്? സ്വരീഹായിട്ട് വളരെ വ്യക്തമായി ഇവിടെ വന്നിട്ടുണ്ട്. ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്അ, 7 ആകാശങ്ങളുടെ റബ്ബാരാണ് എന്ന് ചോദിക്കാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയിലെ ഖുർആനിൽ 7 ഭൂമി എന്ന് പ്രത്യേകം പറയുന്നില്ല എങ്കിലും അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ, അല്ലാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമിനൽ അർദി മിസ്ലഹുൻ, ഭൂമിയിൽ നിന്നും അതുപോലുള്ളതിനെ സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ അതുപോലുള്ളതിനെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 7 ഭൂമികളാണ്. 7 ആകാശങ്ങൾ പോലെ എന്താണ്? നേരെ മറിച്ച് 7 ആകാശങ്ങൾ ഉള്ളതുപോലെയല്ല അതിന്റെ സൃഷ്ടിപ്പിന്റെ രൂപത്തിൽ ഭൂമികൾ ഉള്ളത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ എന്ന് പറയുന്നത്? 7 എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 7 ഭൂമി ആകാശങ്ങൾ ഉള്ളതുപോലെ എന്തുണ്ട്? 7 ഭൂമികളുണ്ട് എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ. അത് ഈ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ടു വന്നിട്ട് വേറെയും ചില ഹദീസുകൾ അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും മറ്റൊരാളുടെ ഭൂമി അനധികൃതമായി തട്ടിയെടുത്തു കഴിഞ്ഞാൽ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ 7 ഭൂമികൾ അവന്റെ മേലെന്ത് ചെയ്യും? വച്ച് ചുമത്തപ്പെടും അവന്റെ മുതുകിൽ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസുകൾ കാണപ്പെടാം. അപ്പോൾ 7 ഭൂമി എന്നുള്ളതാണ്. അതേപോലെ അന്നലഹുന്ന ഉമ്മാറൻ, അവകളിൽ ഉമ്മാറുകളുണ്ട്. ഉമ്മാർ എന്ന് വെച്ചാൽ അതിൽ താമസിക്കുന്ന, അതിന് പരിപാലിക്കുന്ന ആളുകൾ. ആകാശത്തെ സംബന്ധിച്ചിടത്തോളം മലായിക്കത്താണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു മസ്അല ഇസ്ബാത്തു സിഫാത്ത് ഖിലാഫൻ ലിൽ അശ്അരിയ്യ, അല്ലാഹുവിന്റെ ഗുണങ്ങളെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് ഇവിടെ. ഇബ്തിഗാൻ ബിവജ്ഹില്ല, അല്ലാഹുവിന്റെ വജ്ഹിനെ തേടുന്നവരായ നിലയിൽ. അപ്പോ അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരം അല്ലാഹു എന്താണോ നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ, അത് അപ്രകാരം തന്നെ വിശ്വസിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ്. എന്നാൽ ഖിലാഫൻ ലിൽ അശ്അരിയ്യ, അശ്അരിയ്യ മാത്രമല്ല, അശ്അരികൾ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ജഹ്മിയാക്കളും വേറെ പലരും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്നവരുണ്ട്. അള്ളാഹു അവന് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സിഫാത്തുകളെ, ഗുണങ്ങളെ, അത് വജ്ഹാകട്ടെ, മുഖമാകട്ടെ, കയ്യാകട്ടെ, ഏതാകട്ടെ, അത് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുക എന്നുള്ളത്. ഏതെങ്കിലും സൃഷ്ടികളുടെ ഗുണങ്ങളോട് അതിനെ സാമ്യപ്പെടുത്താതെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപങ്ങൾ അതിന് സങ്കല്പിച്ചു കൊടുക്കാതെ, അതല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും അർത്ഥതലങ്ങളിലേക്ക് വ്യാഖ്യാനിക്കാതെ, നിഷേധിക്കാതെ അതിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ അഖീദ. മറ്റൊരു മസ്അല, അന്നക ഇദാ അറഫ്ത ഹദീസ് അനസിൻ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നിനക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അറഫ്ത അന്ന ഖൗലഹു ഫീ ഹദീസ് ഇത്ബാൻ, അതായത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പ്രകാരം ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ വജ്ഹി കാംക്ഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്ത് ചെയ്തു? സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഇത്ബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്.
എന്നാൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് അതല്ല. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് പ്രകാരം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആരെങ്കിലും ഭൂമി നിറയെ പാപങ്ങളുമായി അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നു, എന്നാൽ അവൻ ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി നിറയെ പാപമോചനം എന്ത് ചെയ്യും? അവന് കൊടുക്കും. അപ്പൊ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗപ്രവേശം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എന്നാണ് ഈ ഹദീസ് എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. അപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് അതാണ് പഠിപ്പിച്ചിരുന്നത്. ഒരാൾ ഭൂമി നിറയെ പാപങ്ങളുമായി വന്നു, ശിർക്ക് ചെയ്യാത്തവനാണ് എങ്കിൽ അള്ളാഹുവിനക്ക് എന്ത് ചെയ്യും? പാപമോചനം നൽകും എന്നുള്ള ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറഫ്ത അന്ന ഖൗലഹു ഫീ ഹദീസ് ഇത്ബാൻ ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നരകം അവന്റെ മേൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തർക്കു ഷിർക്ക്, ഷിർക്കിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഷിർക്ക് ചെയ്തിട്ടില്ല എങ്കിലാണ് എന്ത് ചെയ്യുക? നരകം അവന്റെ മേൽ നിഷിദ്ധമായി തീരുക. ലൈസ ഖൗലഹ ബിൽ ലിസാൻ, നാവ് കൊണ്ട് വെറുതെ പറയുക എന്നുള്ളതല്ല. ഷിർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു മസ്അല തഅമ്മുലുൽ ജംഇ ബൈന കൗനി ഈസ വ മുഹമ്മദിൻ അബ്ദില്ലാഹി വ റസൂലൈ. മൂസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈസ അലൈഹിസ്സലാമും അവർ ഇരുവരും അള്ളാഹുവിന്റെ അടിമകളുമാണ്, അള്ളാഹുവിന്റെ മുർസലീങ്ങളുമാണ് എന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഹദീസിൽ ജംഅ ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. ഈസ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ മകനായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കലാമായി പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഇല്ല, ഇവർ ഇരുവരും എന്ത് തന്നെയാണ്? ഭക്ഷണം കഴിക്കുന്ന, അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന, മനുഷ്യർക്ക് ബാധിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അഭിമുഖീകരിക്കുന്ന മനുഷ്യർ തന്നെയാണവർ. എന്നാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹി എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് നൽകപ്പെടുന്നുണ്ട്. അവർക്ക് ഇബാദത്ത് ചെയ്യപ്പെടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അവർ രണ്ടുപേരും എന്താണ്? അള്ളാഹുവിന്റെ അടിമകളാണ്. എന്നാൽ രണ്ടുപേരുടെ മേലും അള്ളാഹുവിന്റെ റിസാലത്ത് ഉണ്ട് എന്നുള്ളതുമാണ്. മറ്റൊരു മസല മാരിഫത്തുൽ ഇഖ്തിസാസ് ഈസ ബികൗനിഹി കലിമത്തുല്ലാഹ്. ഈസ അലൈഹിസ്സലാമിനെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ കലിമത്ത് എന്നതുകൊണ്ട് പ്രത്യേകമാക്കിയതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു. അത് കുൻ ഫയകൂൻ, കുൻ എന്നുള്ളതായ കലിമത്ത് കൊണ്ട് ആണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാരണത്തിലാണ്. അതുപോലെ മാരിഫത്തു കൗനിഹി റൂഹം മിൻ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗം എന്നുള്ള അർത്ഥത്തിനല്ല, പിന്നെന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയായ റൂഹിനെ അള്ളാഹു എന്ത് ചെയ്തു? കുൻ എന്നുള്ള പദം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹു അത് മുഖേന ഈസ അലൈഹിസ്സലാമിന്റെ ജസദിനെ സൃഷ്ടിച്ചു കുൻ എന്നുള്ള വാക്യത്തിലൂടെ. അങ്ങനെ അതിലേക്ക് എന്ത് ചെയ്തു? ഒരു റൂഹിനെ ഊതിക്കൊടുത്തു. അത് ആ റൂഹ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. മറ്റൊരു മസല മാരിഫത്ത് ഫളൽ ഈമാനി ബിൽ ജന്നതി വന്നാരി, സ്വർഗവും നരകവും വിശ്വസിക്കുന്നതിന്റെ ശ്രേഷ്ഠത നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും എന്ത് ചെയ്യുക? അതിനെക്കുറിച്ചുള്ള ആലോചന ഹൃദയത്തിൽ അത് നല്ല രീതിയിൽ ആണ്ടിറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അമ്പിയാക്കൾ അത് കിലവും എന്ത് ചെയ്തിരിക്കുന്നത്? ആഖിറത്തെ സംബന്ധിച്ചുള്ളതായ ദഅവത്ത് അവരുടെ എല്ലാവരുടെയും ദഅവത്തിൽ വ്യാപിച്ചു കിടക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലികളെ കഠിനമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടപ്പോ ആദ്യമായി അള്ളാഹു കൊടുക്കുന്ന വഹയിൽ പ്രധാനപ്പെട്ടത് ഒന്ന് എന്താണ്? ഖിയാമത്തിനെ സംബന്ധിച്ചാണ്. ഒന്നാമത് പറഞ്ഞത് ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. മറ്റൊന്ന് പറഞ്ഞ് നമസ്കാരം നിലനിർത്തണം. മൂന്നാമത് പറഞ്ഞത് വഅന്ന സഅത ആതിയ, ഖിയാമത്ത് നാൾ വരാനുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇത് നിരന്തരം മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിന്റെ ശ്രേഷ്ഠത ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളിൽ വരെ എന്ത് ചെയ്യുമായിരുന്നു? ഇത് പറയുമായിരുന്നു, അന്നൽ ജന്നത ഹഖ്കുൻ വന്നാറ ഹഖ്കുൻ, സ്വർഗവും നരകവും എല്ലാം സത്യമാണെന്ന് ഹൃദയത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ഈ കാലത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തോട് അവസാനിക്കുന്നതാണ്. ഒരു ജീവിതമേ ഉള്ളൂ, അതിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ഒരു തത്വം എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിൽ എമ്പാടു നിന്നും ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇല്ല, മരണത്തിന് ശേഷമാണ് ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്, അവിടെയാണ് യഥാർത്ഥ ജീവിതം, സ്വർഗവും നരകവും എല്ലാം പിന്നീട് വരാൻ പോകുന്നതാണ് എന്ന് ഹൃദയത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇത് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് മാരിഫത്തു ഖൗലിഹി അലാ മാ കാന മിനൽ അമൽ, അവൻ ചെയ്തിരിക്കുന്ന അമലുകളുടെ അടിസ്ഥാനത്തിൽ. രണ്ട് രീതിയിലാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു. ഒന്ന്, അവൻ ചെയ്തിരിക്കുന്ന അമലുകൾ എത്ര തുലവും തുച്ഛമാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമാണോ, തൗഹീദ് കൃത്യമാണോ, അള്ളാഹു എന്ത് ചെയ്യും? അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതല്ലെങ്കിൽ അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ എത്ര വലുപ്പമേറിയതാകട്ടെ, അള്ളാഹു അവനെന്ത് ചെയ്തിരിക്കും?
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും എന്നുള്ളതാണ്. നരകത്തിൽ അവൻ ശാശ്വതമാകുന്നതിനെ തൊട്ട് അള്ളാഹു അവനക്ക് എന്ത് ചെയ്യും? സുരക്ഷിതത്വം നൽകും. മഅരിഫത്തു അന്നൽ മീസാന ലഹു കിഫത്താൻ, മീസാനിന് 2 തട്ടുകളുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ നിന്ന് വ്യക്തമാണ്. 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും അവകളിലുള്ളവനെയും എന്ത് ചെയ്താല് ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊരു തട്ടിലും വെച്ചാൽ എന്നാണ് ഹദീസിൽ പറഞ്ഞത്. അപ്പൊ അതിനെന്തുണ്ട്? 2 തട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് മഅരിഫത്തു ദിക്രിൽ വജ്ഹി, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അത് അള്ളാഹുവിന്റെ ഒരു ഗുണമാണ്, വിശേഷണമാണ്. അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതായ ഒരു വിശേഷണമാണ്. അത് യഥാവിധം വിശ്വസിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ അഖീദ. അതിനെ നിഷേധിക്കുക എന്നുള്ളത് പാടില്ല, അതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് പാടില്ല, അതിനെ ഏതെങ്കിലും സൃഷ്ടികളുടെ പോലുള്ളതായ വജ്ഹ് എന്ന് സങ്കല്പിക്കുക എന്നുള്ളതും പാടില്ല, അല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും ഒരു രൂപം സങ്കല്പിക്കുക എന്നുള്ളത് എന്തല്ല പാടില്ല. തംസീലും പാടില്ല, തക്കീഫും പാടില്ല. അതേപോലെ തന്നെ അതിനെ നിഷേധിക്കാനും പാടില്ല, അതിനെ വ്യാഖ്യാനിക്കാനും പാടില്ല. അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സിഫാത്തിനെ ആ രീതിയിൽ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 20 മസ്അലകളാണ് ഈ അധ്യായത്തിൽ മുസന്നിഫ് റഹ്മഹുല്ല നൽകുന്നത്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കാൻ നാം അവർക്കും അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولوالدينا كما ربونا صغارا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.